എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 18 വാരാഹി ഈവനിങ് പ്രെയർ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുമുണ്ട്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരോട് ഞാൻ എടുത്തു പറയുന്നു, സബ്സ്ക്രൈബ് ബട്ടൺ താഴെ കാണിക്കുന്ന ആ ഒരു ലിങ്കിൽ കാണുന്നുണ്ടല്ലോ, അതുപോലെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോസ് കറക്റ്റ് നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ വാരാഹി ദേവിയുടെ നമ്മളൊരു പ്രെയറാണ് ഈ ഒരു 21 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം 21ാമത്തെ എത്തിയിട്ടില്ല, 18ാമത്തെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ 18ാമത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ആ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ പവർഫുൾ മന്ത്ര ആണ് നമ്മൾ 18 ദിവസവും കടന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടൊക്കെയാണ് പ്രാർത്ഥന നടക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, അശുദ്ധമായ സമയത്ത് വാരാഹി അമ്മയുടെ പ്രാർത്ഥന ജപിക്കാവോ അല്ലെങ്കിൽ മന്ത്രം ജപിക്കാവോ ഉരുവിടാവോ എന്നുള്ള കാര്യങ്ങൾ. അതെല്ലാം തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുമുണ്ട്, എന്നാൽ അറിയാത്തവർക്കായി ഷെയർ ചെയ്യുന്നു. അശുദ്ധമായ സമയത്തായാലും നമുക്ക് മന്ത്രം ജപിക്കുന്നതിന് തെറ്റൊന്നുമില്ല, ധ്യാനിക്കുന്നതിനും തെറ്റൊന്നുമില്ല, അത് ചെയ്യാവുന്നതാണ്. വാരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹരൂപം കൊണ്ട ദേവിയാണ്. നിദ്രാദേവി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് രാത്രി സമയം ഉണർന്നിരിക്കുന്ന ഭഗവതിയാണ് വാരാഹി ദേവി. വാരാഹി ദേവിയുടെ പ്രത്യേകതകളെല്ലാം ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ കുറച്ച് മുന്നേ ഞാൻ ഷെയർ ചെയ്തിരുന്നു, പല വീഡിയോസിലും ഇട്ടിട്ടുമുണ്ട്. എന്നാൽ ഒന്നുകൂടി പറഞ്ഞു തരാം. വാരാഹി ദേവിയുടെ പ്രാർത്ഥനയിലൂടെ ഒട്ടനവധി ഗുണങ്ങളാണ് വന്നു ചേരുന്നത്. ധനസംബന്ധമായ പ്രോബ്ലംസ് മാറ്റാനായിട്ട് വാരാഹി അമ്മയുടെ മന്ത്രം സഹായിക്കും. ഈ ചെറിയ കുട്ടികളൊക്കെ ചെറുതിലേ ഭയങ്കര ദേഷ്യം, ഭയങ്കര സ്വഭാവത്തിൽ വ്യത്യാസമൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും നല്ല ഉത്തമമായ ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് ജപിച്ചാലുടൻ ഉറപ്പായിട്ടും ആ ഒരു ചേഞ്ചസ് നമുക്കറിയാൻ പറ്റും. അത് 21 തവണയാണ് ജപിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വാരാഹി അമ്മയുടെ മന്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സ് മാറ്റാൻ പോലും പറ്റുന്ന ഒരു മന്ത്രമാണ്. അത്രയും പവർഫുള്ളാണ്. വാരാഹി ദേവി തന്നെ പവർഫുള്ളാണ്. വാരാഹി ദേവിയുടെ ആ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. മൃഗരൂപം കൊണ്ട ദേവി ദേവന്മാരെല്ലാം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അത്രയും പവർഫുള്ളാണ്. നമ്മളൊന്ന് കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു. അതുപോലെ തന്നെയാണ് അതിന് എക്സാമ്പിളാണ് ഗണപതി ഭഗവാൻ. വിഘ്നേശ്വരൻ, വിഘ്നവിനായകൻ എന്ന് പല പേരിൽ അറിയപ്പെടുന്നു. വിഘ്നേശ്വരനില്ലാതെ ഒരു കാര്യവും സാധിക്കില്ല. എന്തൊരു നല്ലൊരു കാര്യങ്ങൾ പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഒരു വഴിപാടായിട്ടോ അല്ലെങ്കിൽ ഒരു പൂജയായിട്ടോ ചെയ്യുന്നത് ഗണപതി ഭഗവാനെ വിളിച്ച ശേഷം മാത്രമേ അത് നമ്മൾ നടത്തുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊരു പക്ഷെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിഘ്നം സംഭവിക്കും. അത് ഉറപ്പായ കാര്യവുമാണ്, അല്ലേ? അതിനൊന്നും ഒരുപാട് സമയം എടുത്തിട്ടുള്ള ഒരു ഇതല്ല. സ്പോട്ടിൽ വിഘ്നം സംഭവിക്കും എന്നുള്ളത് നിശ്ചയമാണ്. എന്ന് പറയുന്ന പോലെയാണ് വാരാഹി ദേവിയുടെ കാര്യമെടുത്താലും. വാരാഹി ദേവി എന്ന് പറയുന്നതും വരാഹരൂപം കൊണ്ട മൃഗരൂപം കൊണ്ട ദേവിയാണ്. ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. ആ ഒരു വിഷമമുള്ള സിറ്റുവേഷനിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് വാരാഹി ദേവിയാണ്. അതിന് മുന്നേ തന്നെ ഞാൻ ഗണപതി ഭഗവാനും ഞാനും തമ്മിലുള്ള ഒരു ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് പറയാം. എല്ലാവർക്കും വിശ്വാസമാണ്, എനിക്കെന്തോ ഒരു വിശ്വാസം. രണ്ട് ഭഗവാനും ഭഗവതിയും എന്താ പറയുക, നമ്മളെല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതൽ നമ്മൾ കാണിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ ആഗ്രഹം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചത് അത് ഫലിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് അവരൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും, അല്ലേ? ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ, ഞാൻ ട്രിവാൻഡ്രത്തെ മെഡിക്കൽ കോളേജിൽ ഒരു എല്ലാവർക്കും അറിയുമെന്നറിയില്ല, ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയായിരിക്കും, ഒരു വലിയൊരു ക്ഷേത്രമുണ്ട്, ഗണപതി ക്ഷേത്രം. മെഡിക്കൽ കോളേജിലെ ഗണപതി, അതായത് വലിയൊരു ഞാൻ ഇനി പോകുമ്പോൾ ഞാൻ എൻ്റെ ലൈവ് വീഡിയോ എടുത്തിടാം. വലിയൊരു ഗണപതിയുടെ പ്രതിമയുള്ള ഒരു ഭയങ്കര ശക്തിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോന് ഇതുപോലെ ഓപ്പറേഷൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ജനിക്കുമ്പോൾ തന്നെ ചെയ്യണം, പക്ഷേ ആ സമയത്ത് കുഞ്ഞ് ചെറുതായത് കാരണം അവർ ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആ ഓപ്പറേഷൻ സമയത്ത് നമ്മൾ ഒരു 3 വയസ്സിനിടയിൽ കുറേ തവണ
നമ്മൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തപ്പോഴൊക്കെ സർജറിയുടെ ആ ഒരു സ്കോപ്പ് തന്നെയാണോ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, സർജറി വേണ്ടി വരും എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ 3 വയസ്സിൽ ആണ് സർജറി പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ അങ്ങനെ 2.5 വയസ്സ് ആ ഒരു ടൈമിൽ എന്തോ ആണ് ഒരു സർജറി ഫോളോ അപ്പിന് വേണ്ടി നമ്മൾ അപ്പോളോയിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ട് റിപ്പോർട്ട് കൈ കിട്ടുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കി, ഞാൻ ഹസ്ബൻഡിനൊക്കെ നോക്കി. അപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പം ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിയുടെ ശരീരത്തിന് ഓപ്പറേഷനിൽ ആവശ്യമില്ല പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ തന്നെ വെരി ഷോക്ക്ഡ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എല്ലായിടത്തും പോയി ചോദിച്ചപ്പോഴും അവിടെയൊക്കെ അന്നേരവും റിസൾട്ടും ഭയങ്കര മോശമായിരുന്നു. സർജറി ഉറപ്പായ ആ രീതിയിലുള്ള റിപ്പോർട്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ചേഞ്ച്. അപ്പം ഞാൻ ഒരു നേർച്ച വഴിപാട് പോലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം അതുകൊണ്ടായിരിക്കണം എൻ്റെ മോൻ്റെ ആ ഒരു അസുഖം ഭേദമായതെന്നുള്ള ഒരു സ്ട്രോങ് വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ വഴിപാട് അവിടെ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഗണപതി ഭഗവാൻ. അതാ പറഞ്ഞ് മൃഗരൂപം കൊണ്ട ദൈവങ്ങളെല്ലാം ഭയങ്കര ശക്തിയാണ്, ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മേ ബി എന്നെപ്പോലെ കുറേ പേരെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത്, അതായത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു സത്യം മനസ്സിലാവുള്ളൂ. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ മോനെയും കൂട്ടി പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞത് അത് തന്നെയാണ്. ലാസ്റ്റാണ് ഒന്ന് റിക്കവറായി, എല്ലാം ഓക്കെയാണ്, എൻ്റെ ആവശ്യമില്ല, നോർമലായി. അതാണ് നോർമൽ ലെവലിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര അതിശയമായ കാര്യം ആ ഒരു സ്റ്റേജിൽ എന്തായാലും സർജറി അല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള രീതിയിലായിരുന്നു ടോക്കെല്ലാം. ഭയങ്കര സത്യമാണ്. അതുപോലെ വാരാഹി ദേവിയുടെ ഒരു ബ്ലെസ്സിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്, അത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെയും തരണം ചെയ്ത് വാരാഹി ദേവിയുടെ മന്ത്രം ഉരുവിട്ട് ഒട്ടനവധി എന്താ പറയുക, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് വാരാഹി ദേവിയുടെ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ രക്ഷിക്കുക, നമ്മളെ സംരക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ എയിമാണ് വാരാഹി ദേവി. നമ്മളെ സ്വന്തം ഭക്തയെ ഒരിക്കലും കൈവിടിയില്ല എന്ന് പറയുന്ന പോലെ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയ സമയത്തും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വാരാഹി. ഭയങ്കര ബ്ലെസ്സിങ്സാണ് കേട്ടോ. ആ ഒരു ബ്ലെസ്സിങ്സ് എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല, അത്രയും പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, നല്ല രീതിയിലുള്ളൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു കാര്യത്തിൻ്റെ എല്ലാം ഒന്ന് ഫിനിഷായി കഴിഞ്ഞ ശേഷം ഞാൻ ലൈവിൽ വന്ന് എല്ലാവരോടും പറയുന്നതാണ് എന്താണ് ആ കാര്യം, എങ്ങനെയാണ്, എന്താണെന്ന് വെച്ചാൽ ഇതൊരു ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനതിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. ആ കാര്യം എന്തായാലും ഞാൻ ഉറപ്പായിട്ടും പറയുന്നതാണ്. മേ ബി ദേവിയുടെ ആ ഒരു ഇതിൽ എനിക്ക് കുറച്ച് ടൈം എടുക്കുന്ന ഒരു നല്ല കാര്യമായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പോകുന്നത്. ബട്ട് ഐ എം വെരി ഹാപ്പി. അതായത് എന്തായാലും ഒരു നല്ലത് എന്തായാലും നമ്മുടെ ലൈഫിൽ വന്നു ചേരും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. അതെപ്പോഴും നല്ലത് തന്നെയാണ്. കൂടെ പ്രാർത്ഥനയും ഏറ്റവും വലുതാണ്. വാരാഹി ദേവിയുടെ ബ്ലെസ്സിങ്സ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മുറുകെ പിടിച്ച ആ ഒരു മന്ത്രം കറക്റ്റ് ജപിച്ച് നോക്കിക്കേ, ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് സാധിക്കും. സൂയിസൈഡ് എന്നുള്ള വിഷയമൊന്നും ഒട്ടും നല്ലതല്ല കേട്ടോ. എന്നാൽ പിന്നെ ഞാനൊക്കെ എന്നെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്, അങ്ങനെയൊന്നും ചെയ്യുകയും ചെയ്യരുത്. നമ്മുടെ കൂടെ ഒരുപാട് പേര് നമ്മളെ വിശ്വസിച്ച് അങ്ങനെ ഒരുപാട് പേരുണ്ടാവുമല്ലോ നമ്മളെ സ്നേഹിക്കാനായിട്ട്. അപ്പോൾ നമ്മളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അതും അവരെയും ബാധിക്കും. അപ്പോൾ നമുക്കാകെയുള്ള ലൈഫ് നമ്മൾ നല്ലതായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. എന്തൊക്കെ സാഹചര്യം വന്നാലും നമ്മളത് തരണം ചെയ്യണം എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ അതിന് ശക്തി തരണം എന്നുള്ളത് നമുക്ക് വേണ്ടതാണ്. സോ അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ ഒരു ഡിസിഷൻ ആരും തന്നെ എടുക്കരുത്, ചെറിയ കുട്ടികളായാലും വലിയ ആളുകളായാലും. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം സാധ്യമാകും. വാരാഹി അമ്മയുടെ ഇന്നത്തെ മന്ത്രം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, സന്താന സൗഭാഗ്യം, കുട്ടികളുടെ ഉയർച്ച, വിവാഹം, അങ്ങനെ ഒട്ടനവധി ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു മന്ത്രമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. 21 തവണ ജപിക്കുക. അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്നുള്ളത് പറയാം. കൂടെ ജപിക്കുക 21 തവണ.
ॐ भक्तानाम् अभयप्रदाय नमः। 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 ॐ
भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय नमः। ॐ भक्तानाम् अभयप्रदाय